നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. എല്ലാത്തിൻ്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി അതിൽ കയറി ഒന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അറിയാവുന്ന വ്യക്തികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി മറ്റുള്ളവരുമായി പങ്കിടുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. നമുക്കൊട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് കടക്കാം. 14 മണിക്കൂറിനുള്ളിൽ ഈ വായന നിങ്ങൾ കാണാനിടയായാൽ അപ്രതീക്ഷിതമായ ഒരു മഹാഭാഗ്യം നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വീണ് കിട്ടുവാൻ പോകുന്നു. ഈ ഒരു വായനയാണ്, ഈ ഒരു ഊർജമാണ് നമ്മൾ ഇന്ന് വായന ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും ഉറപ്പായിട്ടും സന്തോഷപൂർവ്വം, നല്ല മനസ്സോടുകൂടി, തൃപ്തിയുള്ള മനസ്സോടുകൂടി, പോസിറ്റീവായ ചിന്താഗതിയോടുകൂടി കാണുവാനായിട്ട് ശ്രമിക്കുക. പലവർക്കും റിയൂണിയൻ സംഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള നല്ല ശുഭവാർത്തകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം തലക്കെട്ടുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യഗൗരവം എത്രത്തോളം വലുതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഊർജ്ജത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളോട് കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ്. ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെയോ ചില ദൃഢനിശ്ചയങ്ങളുണ്ട്. കാരണം നല്ല രീതിയിലുള്ള ഒരു മഹാഭാഗ്യം ഈ ഒരു പ്രണയബന്ധത്തിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ട്രാൻസ്ഫോർമേഷൻ എനർജിയും സൺ എനർജിയുമാണ് പ്രധാനമായും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീജ്വാലകളുടെ എണ്ണവും ഒട്ടും കുറവല്ല. വളരെയധികം ഫയർ എനർജിയാണ് ഈ വ്യക്തിയിൽ നിന്നും എനിക്ക് ലഭിക്കുന്നത്. തീ എന്ന് പറയുന്നത് അഗ്നിദേവനാണ്, ദൈവമാണ്, ഊർജമാണ്, വെളിച്ചമാണ്, വിജയമാണ്. എന്തിനേയും തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഊർജം കൂടിയാണ് തീ എന്ന് പറയുന്നത്. പലപ്പോഴും കാറ്റ് പോലും തീക്ക് നല്ല രീതിയിൽ തന്നെ ആളിക്കത്തുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാഹചര്യം കൂടി വരും. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള കാറ്റ് വീശുന്നുണ്ട് ഈ പ്രണയബന്ധത്തിലേക്ക്. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്കും ചുറ്റിനുമുള്ള എനർജികളാണെങ്കിലും വ്യക്തികളാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും ഈ വ്യക്തിയെ കത്തിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് പുതിയ തീരുമാനങ്ങളും ഉടലെടുക്കലും എല്ലാത്തിനും വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ശക്തമായ തിരിച്ചടിക്ക് വേണ്ടി ഈ വ്യക്തിയെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നല്ല രീതിയിൽ ഇറിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാം. ഇറിറ്റേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഉപദ്രവിക്കുക, മടുപ്പിക്കുക, ചോദ്യങ്ങൾ ചെയ്യുക, അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. കേവലം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പല മനുഷ്യരും പല രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. ചിലവർ ഇതുപോലെ വളരെയധികം പൂർവാധികം ശക്തിയോടുകൂടി ആഞ്ഞടിക്കും, ഒരു തീയെ പോലെ ആളിക്കത്തും. മറ്റു ചിലർ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകും. ഇവിടെ എനിക്ക് ആദ്യത്തെ പറഞ്ഞ ഓപ്ഷനാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തിയിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് തീർത്തും ഈ വ്യക്തി സ്വന്തമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങളല്ല, ചുറ്റുപാടുമുള്ള വ്യക്തികൾ തന്നെ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ മൂലമുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിച്ചാലും നന്മയ്ക്കാണ് അത് സംഭവിക്കുന്നത് എന്നുള്ള വിശ്വാസം ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാലും അതിനെ വളരെയധികം പോസിറ്റീവ് ചിന്താഗതിയോട് കൂടി എടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ വ്യക്തിയുടെ മനസ്സ്. വളരെയധികം പോസിറ്റീവാണ്. ഇവിടെ വളരെയധികം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, വൈകാരികപരമായിട്ടുള്ള ഇമോഷണൽ പരമായിട്ടുള്ള മനസ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ കാണാൻ കഴിയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പറയാനാണെങ്കിൽ നീതി ലഭിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് നീതി മേടിച്ചു തരിക അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോരാടുക എന്നുള്ളത് ഈ വ്യക്തിയുടെ ശക്തമായ തീരുമാനവും നിലപാടുമാണ്. ഇത് കേവലം കുറച്ചു നേരത്തേക്കുള്ളൊരു വാശിയല്ല. ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇതിനോടുള്ള വാശി കയറേണ്ട സാഹചര്യങ്ങൾ
ഇതിനോടകം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് പൊരുത്തക്കേടുകൾ സംഭവിച്ചതും ഒരുപക്ഷെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്തതും മറ്റു പലവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ നല്ല രീതിയിലുള്ള നിയന്ത്രണം വിട്ടിട്ടുള്ള കടന്നുകയറ്റവും കൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത്. ആദ്യമൊക്കെ സാഹചര്യങ്ങൾ എങ്ങനെയെങ്കിലും വഷളാകാതെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ എന്നുള്ളൊരു മനോഭാവത്തിലായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അത്തരം മനോഭാവം തെറ്റാണെന്നും നിങ്ങളെ തീർച്ചയായിട്ടും പരിഗണന കൊടുക്കണമെന്നും ഇല്ലെങ്കിൽ നമ്മളുടെ പ്രണയം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള അറിവുകൾ നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും ഈ വ്യക്തി ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിലേക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോലും ഈ വ്യക്തിയുടെ മുന്നിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ച് പോകാറില്ല, സ്നേഹത്തിന് വേണ്ടി കെഞ്ചാറില്ല, റിക്വസ്റ്റ് ചെയ്യാറില്ല, പുറകെ നടക്കുന്നില്ല. നിങ്ങളാണെങ്കിലും ഇതിന് എപ്പോഴാണോ നീതി ലഭിക്കുന്നത് അപ്പോൾ ലഭിച്ചോട്ടെ എന്നുള്ളൊരു വാശിയോട് കൂടിയാണ് നിങ്ങളും നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ സാധിക്കുന്നത്, ഇവിടെ ഈ വ്യക്തി സ്നേഹത്തിന്റെ പാനപാത്രം വറ്റിത്തീർന്നതായി കാണപ്പെടുന്നു. അത് പഴയ ഊർജമാണ്, കാരണം മറ്റു പലവരുടെയും കടന്നാക്രമണങ്ങൾ മൂലം. അപ്പൊ നിങ്ങളോടുള്ള ഒരു വികാരവും വൈകാരികമായിട്ടുള്ള ആ ഒരു വിശ്വാസവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം തന്നെ ഈ വ്യക്തി ഹോമിച്ചു കളഞ്ഞു എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതെല്ലാം വീണ്ടും ഉടലെടുക്കുന്നു. സ്നേഹത്തിന്റെ പാനപാത്രം നിറഞ്ഞു തുളുമ്പുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്കിപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സ് കാണാൻ കഴിയുന്നത്. ഇവിടെ നന്നായി വിഷമിക്കുന്നുണ്ട്, ഇത്രയും കാലം വളരെയധികം വേസ്റ്റാക്കി കളഞ്ഞതിന്, വളരെയധികം നശിപ്പിച്ചു കളഞ്ഞതിന്. ഇപ്പോൾ ഈ വ്യക്തി വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നത്, ഈ വ്യക്തിയുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ വ്യക്തി എന്ത് നേടി എന്നുള്ളതാണ്. എന്താണ് ഈ വ്യക്തി നേടിയത്? ഇതുകൊണ്ട് എന്താണ് ഈ വ്യക്തിക്ക് ലഭിച്ചത്? എന്തെങ്കിലും സന്തോഷകരമായിട്ടുള്ള കാര്യം ലഭിച്ചിരുന്നോ? ഇതിലെന്തെങ്കിലും പ്രോഗ്രസീവ് ഉണ്ടായിരുന്നോ? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു ഭവിച്ചോ? ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ ചിന്തകളും ചോദ്യങ്ങളും. അങ്ങനെ 1000 ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ വ്യക്തിയുടെ മനസ്സിപ്പോൾ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടുള്ള ഒരു ധൈര്യമാണ് സംഭരിച്ചുകൊണ്ട് ഈ വ്യക്തി ശക്തമായി തന്നെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം 14 മണിക്കൂറിനുള്ളിൽ ഉള്ള ഊർജം എന്ന് പറയുന്നത് തന്നെ വളരെയധികം പ്രത്യേകതയുള്ള ഒരു നമ്പർ കൂടിയാണ്, ഒരു സംഖ്യയാണ് 14. അപ്പൊ തീർച്ചയായിട്ടും അതൊരു റിയൂണിയനെയും വളരെയധികം സ്റ്റെബിലിറ്റി എനർജീനെയും ഒരു നിലനിൽപ്പിനെയും സൂചിപ്പിക്കുന്ന ഒരു ഊർജം കൂടിയാണ്. ഇവിടെ നല്ല രീതിയിൽ കഷ്ടപ്പെടാനും ഹാർഡ് വർക്ക് ചെയ്യാനും ഈ വ്യക്തി തയ്യാറാണ്. അതേത് മേഖലയിലാണെങ്കിൽ പോലും. പല മേഖലകളിലും ഈ വ്യക്തിയുടെ വിജയം കണ്ടെത്തി. പക്ഷെ നിങ്ങളുടെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ടോ മറ്റു പലവരുടെയും അഭിപ്രായങ്ങളിലേക്കാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ സാന്നിധ്യം കിടക്കുന്നത് കൊണ്ട് തന്നെ, അവരിലേക്ക് പോയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാനോ എനർജി സ്പെൻഡ് ചെയ്യാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചില്ല. അപ്പൊ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി പലതരത്തിലും ഈ വ്യക്തിക്ക് വാർണിംഗ് സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, താക്കീതുകൾ നൽകിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതായിരിക്കും ഭാവി എന്നുള്ള രീതിയിൽ ഈ വ്യക്തിക്ക് സൂചനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ടും അതിലേക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെയുമാണ് ഈ വ്യക്തി മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കാണെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടി ഇനി സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്താഗതിയിലുമാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിങ്ങളിൽ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു മാറ്റത്തെ വളരെയധികം അത്ഭുതകരമായിട്ടാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ ആ സ്നേഹത്തിന്റെ പാനപാത്രം, ഇതിനു മുമ്പ് പല പ്രശ്നങ്ങൾ കാരണം വറ്റിപ്പോയിട്ടുള്ള ആ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തിന്റെ പാനപാത്രം വീണ്ടും നിറച്ചുകൊണ്ട് പ്രണയം കൊണ്ട് നിറച്ച് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സംഭാഷണം നിങ്ങൾക്കിടയിൽ നടക്കുന്നതായിരിക്കും. അതിലൂടെ വളരെയധികം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചകൾ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിപ്പെടുന്നത്. ആ ചർച്ച എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനെ സൂചിപ്പിക്കുന്നു, സംഭാഷണമാണ്. അത് ഏത് തലത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ, തല്ലുപിടിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം. നയതന്ത്രമാണെങ്കിൽ അങ്ങനെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഒത്തുതീർപ്പിനുള്ള ഒരു കടന്നുവരവ് നമുക്ക് എന്തായാലും ഇതിൽ നിന്നും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു മഹാഭാഗ്യം നിങ്ങളെ തേടി എത്തുന്നുണ്ട്.
അത് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. നിങ്ങൾ എന്താണോ ഇതിൽ നിന്നും ആഗ്രഹിച്ചിട്ടുള്ളത് അത് പൂർവാധികം ശക്തിയോട് കൂടി ഉടലെടുത്ത് നിങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല കാര്യങ്ങൾക്കും നീതി ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ നല്ല രീതിയിൽ തന്നെ അധ്വാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ലഭിക്കും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ വ്യക്തിയിൽ വന്നിട്ടുള്ള ഇത്തരം മാറ്റങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ഒരുപാട് വിഷമം വരാനും അതുപോലെ ഒരുപാട് സന്തോഷം വരാനും ഒക്കെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില വാർത്തകൾ നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് അറിയുമ്പോൾ, അല്ലെങ്കിൽ ഈ വ്യക്തി മുഖാന്തരം നിങ്ങൾ അറിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വികാരങ്ങൾ നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് നോക്കണം. കാരണം സന്തോഷമാണെങ്കിൽ പോലും അത് എന്ത് തന്നെയായാലും നിങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. റിസൾട്ട് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ എനർജി അത് എപ്പോഴും ഒരു ബാലൻസിങ് ഊർജത്തിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 14 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ വായന കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മഹാഭാഗ്യം വന്ന് വീഴുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് കാണാനായി ശ്രമിക്കുക. വീണ്ടും കണ്ടവർ ഒരു തവണയും കൂടി കാണുക, 2-3 തവണയൊക്കെ കാണുക. ഇതൊരു മാനിഫെസ്റ്റേഷനായി മാറട്ടെ. ഇത്തരം വായനകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ്. അതിലൊക്കെ നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്. പലവർക്കും റിയൂണിയൻ സംഭവിച്ചിട്ടുണ്ട്. തേർഡ് പാർട്ടി പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു ഊർജ്ജമാണ് പലവർക്കും ലഭിച്ചിട്ടുള്ളത്. അത് വ്യക്തിപരമായി എനിക്ക് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള മെസ്സേജുകൾ ലഭിച്ചിട്ടുണ്ട്. പലവരുടെയും റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് ഇത് വീണ്ടും ആവർത്തിക്കുന്നത്. അത് ഓരോരോ എനർജി ഇട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം. അപ്പം ഇത്രയാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.